പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം ജില്ലയിലെ മാമ്പഴത്തറയിലേക്കാണ്. മാമ്പഴത്തറ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായൊരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നുമല്ല, ഒരു അറിയപ്പെട്ടു വരുന്ന നല്ല ഒരു പിക്നിക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ അവിടുത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ പുനലൂർ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടാണ് ഇത്തവണത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. തിരുവിതാംകൂറിൻ്റെ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് കല്ലടയാറിൻ്റെ ഇരു കരകളെയും ബന്ധിപ്പിച്ച് പുനലൂർ തൂക്കുപാലം നിർമ്മിക്കുന്നത്. പ്രൗഢമായ തൂക്കുപാലവും പിന്നിട്ട് മാമ്പഴത്തറയിലേക്കുള്ള വഴിയിലെ മറ്റൊരു പ്രധാന കാഴ്ചയിലേക്ക് എത്തി നിന്നു. നമ്മൾ മാമ്പഴത്തറയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പ്രശസ്തമായ കാഴ്ച കണ്ടിട്ട് നിർത്തിയതാണ്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് 13 കണ്ണറ പാലം എന്നറിയപ്പെടുന്ന കാഴ്ച. ഇത് നമ്മുടെ കൊല്ലത്തുനിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിൻ പാതയുടെ ഭാഗമായിട്ടുള്ളതാണ്. നേരത്തെ ഇത് മീറ്റർ ഗേജ് ആയിരുന്നു, ഇപ്പോൾ അത് ബ്രോഡ് ഗേജ് ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. 17 കണ്ണറ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ പിന്നിട്ട് മാമ്പഴത്തറയിലേക്കുള്ള യാത്ര തുടർന്നു. സ്വന്തം വാഹനത്തിലിരുന്ന് വഴിക്കിരുവശത്തുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഡ്രൈവ് പോകാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഒരു യാത്രയാണ് മാമ്പഴത്തറയിലേക്കുള്ളത്. മാമ്പഴത്തറ എന്നത് ഒരു വനഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ മാമ്പഴത്തറയിൽ കാണുവാൻ എടുത്തു പറയത്തക്കതായി ഒരു ലൊക്കേഷൻ ഒന്നും തന്നെയില്ല. യാത്രയിൽ നമുക്ക് ലഭിക്കുന്ന കാഴ്ചകളാണ് മാമ്പഴത്തറ യാത്ര മനോഹരമാക്കുന്നത്. ഹാരിസൺ മലയാളം എസ്റ്റേറ്റിനകത്തുകൂടിയുള്ള വഴിയിലൂടെ റബ്ബർ തോട്ടങ്ങളും പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്ന കൃഷിയിടങ്ങളും കുറച്ച് ഫോറസ്റ്റ് ഏരിയയും ഒക്കെ കടന്നാണ് മാമ്പഴത്തറയിലേക്ക് നമ്മൾ എത്തുന്നത്. മാമ്പഴത്തറയിലോട്ട് പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ ഹാരിസൺ മലയാളത്തിൻ്റെ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് എൻ്റെ പുറകിൽ കാണുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ റബ്ബർ വരി വരിയായിട്ട് നിൽക്കുന്ന അതൊരു നല്ല കാണാൻ തന്നെ നല്ലൊരു കാഴ്ചയാണ്. ചെറിയ കാട്, ഒരു റബ്ബർ തോട്ടം, അങ്ങനെ ചുറ്റും നല്ല ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഉച്ചയായി എങ്കിൽ പോലും അതിൻ്റെ ഒരു ചൂടൊന്നും ഇല്ലാതെ തന്നെ ഈ എസ്റ്റേറ്റിൻ്റെ അകത്തൂടെ പോകുന്നത് കൊണ്ട് വളരെ നല്ലൊരു ഫീലിംഗാണ് നമുക്ക് ഈ യാത്രയിൽ കിട്ടുന്നത്. പ്രകൃതി ഭംഗി നിറഞ്ഞ കാഴ്ചകൾ റോഡിന് ഇരുവശത്തുമായും നിറച്ചു വച്ചിരിക്കുന്ന സുന്ദരമായ ഒരു ഗ്രാമമാണ് മാമ്പഴത്തറ. കേരളത്തിൻ്റെ സ്വന്തം ആനവണ്ടിയും ഞങ്ങൾക്ക് ആ യാത്രയിൽ കാണാനായി. മാമ്പഴത്തറയിലൂടെയുള്ള യാത്ര മനോഹരമായ ഒരു അനുഭവമാണെങ്കിലും മാമ്പഴത്തറയിൽ കടകളൊക്കെ കുറവായതിനാൽ ആവശ്യത്തിന് ഭക്ഷണവും വാഹനത്തിൽ ഇന്ധനവും കരുതേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ മാമ്പഴത്തറ നിന്ന് വന്ന വഴിയെ തിരികെ പോകാതെ ചാലിയക്കര വഴി പുനലൂർ ചെന്നിട്ട് തിരികെ പോകാനാണ് ആലോചിക്കുന്നത്. നമ്മൾ ഈ മാമ്പഴത്തറ നിന്ന് ചാലിയക്കരയ്ക്ക് പോകുന്ന വഴി ഒരു കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ്. അതും ഒരു പ്രത്യേകതര എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് സെന്തുരുണി ബയോ റിസർവാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പുറകിൽ കാണുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും മയിലുകളുടെ സൗണ്ടും ഒക്കെ കേട്ട് ചാലിയക്കര വരെയുള്ള യാത്ര ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഈ വഴി പോകാമെന്ന് വിചാരിച്ചതാണ്. ഈ വഴിയാണ് തിരിച്ച് പോകുന്നത്. മാമ്പഴത്തറ എന്ന് പറയുന്ന ഒരു ഡ്രൈവിംഗ് ഡെസ്റ്റിനേഷനാണ്. അതായത് വണ്ടി ഓടിച്ച് പോകാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ്. അതിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് മുമ്പോട്ട് വരുന്ന വഴിക്ക് ചാലിയക്കര വഴിയാണ് പുനലൂർ പോകുന്നതെങ്കിൽ ചാലിയക്കരയുള്ള ഒരു അക്വാഡക്റ്റിലാണ് നമ്മളുള്ളത്. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു ഫോട്ടോഷൂട്ട് ലൊക്കേഷനാണ്. ധാരാളം ഫോട്ടോഷൂട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്.
മാമ്പഴത്തറ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.